ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി വന്നിട്ട് രേവതിയോട് ക്ഷമ പറയുകയാണ്. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, എന്നെ നീ വിശ്വസിക്കണമെന്ന് പറയാട്ടോ. പക്ഷേ രേവതി പറയാനുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല. എത്രത്തോളം വിശ്വസിച്ചിടത്തോളം മതിയായി. നിങ്ങൾ ഒരിക്കലും കൂടി നിർത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടി എൻ്റെ ഭാര്യ എന്നുള്ളൊരു പേരും കൂടി നിങ്ങളെനിക്ക് വാങ്ങിച്ചു തന്നില്ലേ. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിഷമിച്ചെന്നായിരുന്നു. ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെയാണോ ഞാൻ ജീവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സും കൂടെ പ്രയാസപ്പെടും. നേരത്തെ പോയത് തന്നെ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയ്യോ രേവതി, നീ അങ്ങനെയൊന്നും പറയരുതേ എന്നിങ്ങനെ സച്ചി പറയാനുണ്ട് കേട്ടോ. പക്ഷേ രേവതി വീണ്ടും പറഞ്ഞ് സങ്കടപ്പെടുത്താൻ, ഇവിടെ എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾ നാണം കെടുത്തിയില്ലേ, ഇപ്പോൾ ലോകം മുഴുവൻ അറിയിച്ചില്ലേ. വീഡിയോയിൽ കണ്ട കാര്യം സത്യം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തെളിയിക്കുക, അതാ എന്ന് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അവസാനം സച്ചി പറഞ്ഞത്, ഇപ്പോൾ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കായി, നീയും എന്നെ വിശ്വസിക്കാതെ ഇരിക്കരുത്. ഞാൻ പറയണത് നീ വിശ്വസിക്കണമെന്ന് പറയാം. എങ്ങനെ വിശ്വസിക്കാനാണ്? നിങ്ങൾ ഒരിക്കൽ എൻ്റെ അനിയൻ ശരത്തിൻ്റെ കൈ അടിച്ചൊടിച്ചതല്ലേ? അന്ന് ഞാൻ ചോദിച്ചു എന്താണ് കാര്യമെന്ന്. നിങ്ങൾ ഇന്ന് വരെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? രഹസ്യമാക്കി എല്ലാം വെച്ചിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്നു, കുടിച്ചുകൊണ്ട് വീഡിയോ വരെ തെളിവായിട്ട് കൊണ്ട് കാണിച്ചിട്ട് പോലും നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ പറ എന്നിങ്ങനെ പറയാട്ടോ. അതല്ല, അത് വേറെ കാര്യത്തിന് അവനെ ഞാൻ അടിച്ചത്, അത് വേറെ കാര്യം. ഇത് പക്ഷേ അങ്ങനെയല്ല, ഞാൻ കുടിച്ചിട്ടില്ല രേവതി, സത്യം. നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കണം. ഞാൻ കുടിച്ചാലും വണ്ടി ഓടിക്കില്ല. ഞാൻ കുടിച്ചാലും വല്ലപ്പോഴും മാത്രമാണ് കുടിക്കുന്നത്. എന്നും കുടിച്ചുകൊണ്ട് വരുന്ന ഒരു കുടിയനല്ല ഞാൻ. അത് നീ മനസ്സിലാക്കണം. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട എന്നെ സച്ചേട്ടാ, ഇതൊക്കെ എൻ്റെ തലയിലെഴുത്താ. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി തലയിലടിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. പെട്ടെന്ന് സച്ചിക്കത് കാണുമ്പോൾ ടെൻഷനാവാണ്. അയ്യോ, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നീ ഒന്ന് വിശ്വസിക്കുക, നീ ഒന്ന് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ രേവതി എന്ന് പറഞ്ഞ് രേവതി അത് തടസ്സപ്പെടുത്തോട്ടോ. അങ്ങനെ സച്ചി ആകപ്പാടെ ടെൻഷനിലായി നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ സ്റ്റാൻഡിൽ ചെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ മകേഷും കൂട്ടുകാരും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന്. അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളറിഞ്ഞില്ലേ, വീഡിയോയിൽ കൂടെ കണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ മനസ്സിലാവും ഞാൻ കുടിക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയത്. ഞാൻ വല്ലപ്പോഴും നമ്മൾ ഒരുമിച്ചല്ലേ കുടിക്കുന്നത്. അപ്പോൾ മകേഷ് പറയുന്നുണ്ട്, അത് ശരിയാടാ, നീ എത്രയൊക്കെ ആയാലും കുടിച്ചും കൊണ്ട് വണ്ടി ഓടിക്കില്ല, അത് ഞങ്ങൾക്കറിയാം. ഇനി നമ്മളാരെങ്കിലും വണ്ടി ഓടിച്ചാൽ തന്നെ നീ ഞങ്ങളെ വഴക്ക് പറയത്തേ ഉള്ളൂ. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? നീ കുടിച്ചത് ആരോ കുടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരോ ഇത് വീഡിയോ എടുത്ത് മനഃപൂർവ്വം ചെയ്തത്, അത് മനഃപൂർവ്വം ചെയ്തതാവാനാണ് വഴി എന്നൊക്കെ ഇങ്ങനെ മകേഷ് സംശയം പറയാട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞുകൊണ്ട്, എനിക്കതിലൊന്നും ഒരു വിഷമമില്ലടാ, ഞാൻ സ്നേഹിച്ചവരൊന്നും എന്നെ വിശ്വസിക്കുന്നില്ല. വേറെ ആരും വിശ്വസിച്ചാലും കുഴപ്പമില്ല. എൻ്റെ അച്ഛൻ എന്നെ തല്ലാൻ പോലും കൈയോങ്ങി കണ്ടോ. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ രേവതി, അവളെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചതാ. അവളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് ഞാൻ വിചാരിച്ച് ജീവിക്കുന്നവനാ. എന്നിട്ടും അവൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ലടാ. എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. എനിക്കതാ തകർന്നു പോയി. ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ പോവാം, എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയണം കേട്ടോ. അപ്പം മഹേഷും കൂട്ടുകാരും പറയണം, നീ സമാധാനപ്പെടുക, അതൊക്കെ മാറി വരും. നീ ഇങ്ങനെയുള്ള കാര്യത്തിൽ നീ ആരോ ചെയ്ത പണിക്ക് എവിടെയെങ്കിലും പോകുന്നതാണ്, നല്ല പണിയാണോ അത്? നീ ഒന്ന് ഓർത്ത് നോക്ക്. അതല്ലടാ, വരി പിടിച്ചാലും കയറി വരും, കുറച്ച് ദൂരം ആകുമ്പോഴത്തേക്കും അവർ തന്നെ ഇറങ്ങിപ്പോകുന്ന. അപ്പോൾ പിന്നെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല, വണ്ടി പോലും കയ്യിലില്ല. അതുപോലും പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് സച്ചി സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ മകേഷ് ചോദിക്കുന്നുണ്ട്, എടാ കുടിച്ചിട്ട് വരണൊരു വണ്ടി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ മെഷീനിൽ ഊതിച്ച് നോക്കും, നിന്നോട് അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞില്ല, എന്നെക്കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അതെന്താ കാര്യം? അപ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ ഇതിലെന്തോ കാര്യമുണ്ടെന്നുള്ളത് എന്ന് ഇവർക്ക് അങ്ങ് സംശയമായി കേട്ടോ. അങ്ങനെ സച്ചി വിഷമത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി വീട്ടിൽ നിന്ന് പൂവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേവതിയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, ചേച്ചിമാരൊക്കെ, അവരൊക്കെ വന്ന് രേവതിയോട് പറഞ്ഞിട്ടുണ്ട്, സച്ചി എന്ത് പണിയായി കാണിക്കുന്നത്? വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കുടിച്ചും കൊണ്ടൊക്കെ ചെയ്യാവോ? ആൾക്കാർക്ക് ദോഷം ഉണ്ടാക്കത്തില്ലേ? ഇപ്പോൾ ഇതേ നാട്ടുകാർ മുഴുവനും അറിഞ്ഞില്ലേ? മുമ്പൊക്കെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊക്കെ കുടിക്കുന്നവനാണെന്ന്, പക്ഷേ ഇത്രയും വലിയൊരു കുടിയനാണ്. പട്ടാപ്പകലും ഉച്ചയ്ക്കുമൊക്കെ കുടിച്ചും കൊണ്ടാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കാമെന്ന രേവതി നാണം കെട്ട് പോവാട്ടോ അവരുടെ മുന്നിൽ. അവസാനം രേവതി പറയണം, ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചിമാരെ, പറഞ്ഞ് ഞാൻ മടുത്തു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ കുടിക്കാൻ എൻ്റെ ഭർത്താവ് ഇതുപോലൊരു കുടിയനായിരുന്നു. അതിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് കുടിക്കുകയില്ല, നല്ല രീതിയിൽ ജോലിക്കും പോകുന്നു. എന്താ ചെയ്തതെന്നറിയോ? ഇവിടെ അടുത്തൊരു സിദ്ധനുണ്ട്, അയാളുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ അയാളൊരു പൊടി തരും. ആ പൊടി ഞാൻ അദ്ദേഹത്തിന് ജ്യൂസിൽ കലക്കി കൊടുത്തായിരുന്നു, അത് കുടിക്കുകയും ചെയ്തു. അതോടുകൂടി അയാളെ കുടി അങ്ങ് നിന്നു. ഇപ്പം നല്ലപോലെ ജോലിക്കും പോകുന്നുണ്ട്, കുടുംബവും വീടും ഒക്കെ നോക്കുകയും ചെയ്യുക. ആണോ ചേച്ചി? ഇതെന്താ നിങ്ങൾ നേരത്തെ എന്നോട് പറയാത്തത്? അതിന് സച്ചി ഇങ്ങനെ
ഇങ്ങനെ ഒരു കുടിയനാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് കഴിക്കും എന്നുള്ളതേ ഞങ്ങൾ അറിഞ്ഞുള്ളൂ. ഇപ്പോഴല്ലേ കാര്യങ്ങൾ വ്യക്തമായത്. എന്നാ പിന്നെ ചേച്ചി എനിക്ക് വേണം അതേപോലത്തെ അയാളെ പോയി കണ്ടാൽ പൊടിയൊന്ന് വാങ്ങിത്തരാമോ ചോദിക്കാട്ടോ സച്ചിയേട്ടനെ കൂടി നിർത്താനായിട്ട്. അതിനെന്താ രേവതി, നമുക്ക് ഇപ്പം തന്നെ പോവാം. അങ്ങനെ രേവതിയെ വിളിച്ചുകൊണ്ട് പോയി അയാളെ കണ്ട് പൊടിയൊക്കെ വാങ്ങിച്ച് രേവതിക്ക് കൊടുക്കുകയാണ്. രേവതി അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഓറഞ്ച് എടുത്ത് ജ്യൂസൊക്കെ അടിച്ചിട്ട് അതിനകത്തേക്ക് പൊടി കലക്കി വെക്കുക കേട്ടോ. പൊടി കലക്കി വെച്ച് കഴിയുന്നതും രവീന്ദ്രൻ മാറുന്ന മുറ്റത്ത് നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഫോണിൽ കൂടെ വിളിക്കണം കേട്ടോ, മോളിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തിനാ അച്ഛാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല, നിനക്ക് ഞാനൊരു ഓർഡർ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഓഫീസിലെ ചില പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് 19 പൂമാലകളും എല്ലാം ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ നീ തയ്യാറാക്കണം. അതിന് വേണ്ടി അഡ്വാൻസ് തന്നിട്ടുണ്ട്. ഇതാ മോളെ പിടിച്ചോ, 1000 രൂപ എന്ന് പറഞ്ഞ് കൈ കൊടുക്കാട്ടോ. രേവതിക്കൊരു സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ആഹാ, ഞാൻ നിനക്കൊരു ഓർഡർ പിടിച്ചു തന്നപ്പോൾ നീ എനിക്ക് കമ്മീഷൻ തരുന്നില്ലേ? അയ്യോ അച്ഛാ, ഇത് മുഴുവൻ അച്ഛൻ തന്നെ വെച്ചോ, എനിക്കതാ സന്തോഷം. മോളെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഇത് നീ വെച്ചോ. പിന്നെ ഇതെല്ലാം കെട്ടി സച്ചിയും കൂടെ ആയിട്ട് എല്ലായിടത്തും അവിടെ കൊണ്ട് എത്തിക്കണം കേട്ടോ എന്ന് പറയാന്നിട്ട് സച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അടിക്കാൻ ഓങ്ങിയതും അച്ഛൻ മിണ്ടാതിരിക്കുന്നതും സച്ചിയുടെ നല്ല വിഷമമുണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി നേരെ കാർ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഗേറ്റിൻ്റെ അവിടെ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവൻ കുറച്ച് വിഷമിക്കട്ടെ, അത്ര കൊള്ളില്ലല്ലോ, മോൾ പോയി മോളുടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ സച്ചിയെ കാണാണ്. സച്ചി അച്ഛാന്ന് വിളിക്കണമെങ്കിലും രവീന്ദ്ര മൈൻഡ് ചെയ്താൽ ദേഷ്യത്തോട് പോവുക കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് അച്ഛൻ അതൊക്കെ മാറിക്കൊള്ളും, അച്ഛന് നിങ്ങളടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്, ഇതേ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനാ വാങ്ങിച്ചോണ്ട് തന്നെ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് തരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചിയെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആണോ, അച്ഛൻ പറഞ്ഞോ, എന്നാൽ പിന്നെ ഞാൻ കുടിക്കാം, നീ ജ്യൂസ് എടുത്തിട്ട് വാന്ന് പറയാം. അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി രേവതി അങ്ങോട്ട് തിരിച്ച് കയറി പോവാട്ടോ സച്ചിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ രേവതിയെ കാണാത്തതുകൊണ്ട് അടുക്കളയിൽ കയറി വന്ന ചന്ദ്രൻ നോക്കുമ്പോൾ അവിടെ ജ്യൂസൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. ആഹാ, ഞാൻ പറഞ്ഞില്ലല്ലോ ഇവളോട് ജ്യൂസ് അടിക്കാനായിട്ട്, പിന്നെ എന്തിനാ ഇവളീ ഉച്ചസമയത്ത് ജ്യൂസ് അടിച്ച് വെച്ചത്? ഓ, അവളെ ഭർത്താവിന് കൊടുക്കാനായിരിക്കും സച്ചിക്ക്, കുടിയൻ, അവനെ ഇങ്ങനെ ഇപ്പോൾ കുടിക്കണ്ട, ഞാൻ തന്നെ കുടിക്കാം, അത്ര കൊള്ളത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഈ പൊടി കലക്കിയ ജ്യൂസ് എടുത്തിട്ട് ചന്ദ്ര കുടിക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് നമ്മുടെ രേവതി വരാണ്. രേവതി വന്നപ്പോൾ ജ്യൂസ് കാണുന്നില്ല, ഇവിടെ കുടിക്കുകയും ചെയ്തിരിക്കണം. അയ്യോ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്ത് പരിപാടി കാണിച്ചു? ഈ ജ്യൂസ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു അടിക്കും. അല്ല, അത് സച്ചേട്ടന്. ഓ, സച്ചേട്ടൻ കുടിച്ച് 24 മണിക്കും കുടിച്ച് ബോധമില്ലാത്തവനാണ് ജ്യൂസ്, അവനെ പോവാൻ പറയടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാട്ടോ. അതല്ല അമ്മേ, അത് പ്രശ്നം അത് ഇതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പൊടി കലക്കിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട്, ഈശ്വര ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതും അസുഖം ഇല്ലാത്തവരൊക്കെ അല്ലേ ഇത് കുടിച്ചത്, എന്തെങ്കിലും വരുമോ ഈശ്വര? ഇനിയിപ്പോൾ ഈ പൊടി കലക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും മനഃപൂർവ്വം ഞാൻ എപ്പോഴും അവരെ കൊല്ലാൻ വേണ്ടി ചെയ്യിച്ചതാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ. ശരി, ആ ചേച്ചിയോട് ഒന്ന് വിളിച്ച് ചോദിക്കാമെന്നും പറഞ്ഞ് ഈ പൊടിയുടെ കാര്യം പറഞ്ഞ് ആ ചേച്ചീനെ കുറേ ഫോൺ വിളിക്കട്ടോ. ഫോൺ വിളിച്ചിട്ട് അവർ എടുക്കണേ ഇല്ല. അങ്ങനെ അവസാനം രേവതിക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. അപ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നേരിട്ട് പോയി പറയാം, കാര്യങ്ങൾ അന്വേഷിക്കാം, ഇനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല എന്ന്. അപ്പോൾ ചന്ദ്ര ജ്യൂസൊക്കെ കുടിച്ച് വെളിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പതിയെ രേവതി എന്താ അവിടുന്ന് വണ്ടിയുടെ താക്കോലെടുത്ത് പതിയെ ചറുക കേട്ടോ, നേരെ സ്പീഡിൽ വിടുകയാണ്. ആ ചേച്ചിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കാം, ഇങ്ങനെ മാറിപ്പോയി കുടിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അമ്മയ്ക്ക് എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാട്ടോ. അങ്ങനെ പോണ പോക്കിൽ വഴിയിൽ വെച്ച് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ പോണത്. സ്റ്റാൻഡിൽ മഹേഷ് നിൽക്കുകയാണ്. മഹേഷ് രേവതി കണ്ടോണ്ട് ചിക്കണ, എവിടേക്കാണ് നീ ഇത്ര സ്പീഡിൽ പോണ രേവതി? ഓ, നിങ്ങളെല്ലാവരും കൂടെ കുടിച്ച് ഇപ്പം സച്ചിയേട്ടനെ ഒരു പരിധിയിലാക്കി വെച്ചിട്ടുള്ള സമാധാനം ആയല്ലോ എന്ന് പറയാട്ടോ. എന്തിനാ രേവതി അങ്ങനെ പറയണത്? അല്ലെങ്കിൽ തന്നെ സച്ചി എന്താ കുടിയനാ? വല്ലപ്പോഴും ഒരു പെക്ക് കഴിക്കുമെന്ന് വെച്ചിട്ട് കുടിയനൊന്നുമല്ല, ഞങ്ങൾ ആരും കുടിക്കുന്നവരല്ല, അങ്ങനെ വല്ലപ്പോഴും മാത്രമേ കുടിക്കുള്ളൂ. നിന്നെ കല്യാണം കഴിച്ച ശേഷം ഇന്ന് വരെ അമിതമായിട്ട് അവൻ മദ്യപിച്ചിട്ട് പോലുമില്ല. 24 മണിക്കൂറും നിന്നെക്കുറിച്ച് മാത്രമേ അവൻ സംസാരിക്കാറുള്ളൂ. അത് നിനക്കറിയോ? അതുമാത്രമല്ല, നീ വാങ്ങിച്ചു കൊടുത്ത കാറ്, അതിനെക്കുറിച്ച് അവൻ മതിപ്പോടുകൂടി എപ്പോഴും പറയും. ഇതൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കുടിച്ചതുകൊണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെ എടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടത്? അല്ല രേവതി, ഇതിലെന്തോ കളിയുണ്ട്. നീ വിചാരിക്കും പോലെയല്ല, ഇതാരോ അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അല്ലെങ്കിൽ കറക്റ്റ് ആ സമയം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മഹേഷ് പറയുമ്പോൾ ചെറിയൊരു സംശയം രേവതിയുടെ ഉള്ളിലും ഉണ്ടാവുന്നുണ്ട്. അവസാനം രേവതി പറയാം, എന്തോ ആവട്ടെ, എനിക്കിതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. സത്യമേതാ കള്ളമേതാ ഒന്നും എനിക്ക് മനസ്സിലാവില്ല മഹേഷ് ഏട്ടാ. ഞാൻ എന്തായാലും ഒരു അത്യാവശ്യത്തിന് കാര്യത്തിന് വേണ്ടി പോവാം, ഞാനൊന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞ് രേവതി അവിടുന്ന് നേരെ അവരുടെ അടുത്തേക്ക് പോവുക. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ജ്യൂസ് എടുത്ത്
രേവതി എടുത്ത് കൊടുക്കുമല്ലോ എന്നും പറഞ്ഞ് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്ന സച്ചി രേവതിയെന്ന് വിളിച്ച് അങ്ങ് അടുക്കളയിൽ കയറുമ്പോൾ രേവതി കാണുന്നില്ല. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, രേവതിയോ? അവളെവിടെയൊന്നുമില്ല, അവളെവിടെ പോയി എന്ന് പറയാം. ആ ശരി, പോയെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും അങ്ങ് പോവുക. ആ സമയത്ത് നമ്മുടെ ഭാമ അങ്ങോട്ട് കയറി വരുന്നു കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്ന വരവാണ്. ഭാമ വന്ന ഉടനെ തന്നെ ചന്ദ്ര അടുത്ത് പറഞ്ഞു, ചന്ദ്രേ നീ എന്തായാലും നീ ഒരു സോഷ്യൽ മീഡിയയോ യൂട്യൂബ് ചാനലോ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും എന്ന് പറയാം. എന്താടി നീ അങ്ങനെ പറയുന്നത്? അതല്ല, ഇവിടെ കണ്ടൻറ്റിന് ഒരു ക്ഷാമവും ഇല്ലല്ലോ. ദിവസം ഓരോ പ്രശ്നങ്ങളല്ലേ. ഇപ്പം തന്നെ ഇതേ കണ്ടില്ലേ, നാട് മുഴുവൻ സച്ചി കുടിച്ചിട്ട് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇനി അറിയാൻ ആരുമില്ലല്ലോ. വീഡിയോയിലും ഫോണിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഓ എന്ത് ചെയ്യാൻ, എൻ്റെ ഒരു തലവിധി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് വയറ് വല്ലാതെ ആവും കേട്ടോ. ഫാമയെടുത്ത് പറയാം, ഫാമേ ഒരു മിനിറ്റ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് ഓടി ബാത്റൂമിലേക്ക് പോകട്ടോ, വയറ്റിന് ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും ഫാമ പറയണ കേൾക്കാൻ വേണ്ടി വരണതും മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടോ. വീണ്ടും ഫാമേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞ് അന്തം വിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് ഓടുക. നിവർത്തിയില്ലാതെ അവർ ഓട്ടം തുടങ്ങിയിട്ടോ. ഫാമ വിചാരിക്കണോണ്ട് ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്